എല്ലാവർക്കും ഈ നെക്സ്റ്റ് ലേണിംഗ് എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒന്നുമല്ല, നമ്മുടെ മാത്സിൻ്റെ ഒരു സൂപ്പർ പ്രഡിക്ഷനുമായിട്ടാണ്. അത് അൾട്രോ 100% പക്ക ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ പറയാം. ഈ മോഡൽ അല്ലെങ്കിൽ ഇതേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതേ മോഡൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷാ പേപ്പറിൽ മാത്സ് പരീക്ഷയിൽ SLC 2025 ക്രിസ്മസ് മാത്സ് പരീക്ഷയിൽ നിങ്ങൾക്ക് കാണാം. ഇതുപോലൊരു ചോദ്യം നോക്കിക്കോ. വൺ ബോയ് ഇസ് ദ ടോപ്പ് ഓഫ് എ ട്രീ on bank of a river from the other bank at elevation of 60, moving 20 meter backward. He see at an elevation of 30. ഇതിൽ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ഗിവൺ ഡീറ്റെയിൽസ്. ഈ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, മുകളിൽ തന്നിരിക്കുന്ന ആ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾ ഒരു റഫ് ഫിഗർ വരയ്ക്കാനാണ്. ഞാൻ പറയുകയാണ്, ഇതുപോലൊരു റഫ് ഫിഗർ വരയ്ക്കാൻ ഉറപ്പായാലും നിങ്ങൾക്ക് ചോദ്യമുണ്ടാകും. നാളത്തെ പേപ്പർ നോക്കിക്കോ, നാളത്തെ പേപ്പർ ഉറപ്പായാലും ഇതുപോലെ ചോദ്യം വന്നിരിക്കും. കാരണം മുൻ വർഷങ്ങളിൽ എല്ലായിടത്തിലും ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കോ, നാളത്തെ പേപ്പറിൽ ഇതുപോലെ ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരും. ആൻഡ് അതിൽ നിങ്ങൾ റഫ് ഫിഗർ വരയ്ക്കേണ്ടി വരും, അതിൽ എലവേഷനൊക്കെ അടയാളപ്പെടുത്തേണ്ടി വരും. സോ നിങ്ങൾ ഇതൊക്കെ നോക്കിക്കാം, ഇതുപോലൊരു ചോദ്യം വന്നിരിക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ പണി ഞാൻ നിർത്തുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് തരികയാണ്. ഈ പണി ഞാൻ നിർത്തും, ടീച്ചിങ് എന്ന പരിപാടി ഞാൻ നിർത്തും. മനസ്സിലായോ? ഇത്തവണത്തെ 2025 ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, ഇതേ മോഡൽ ചോദ്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും. ട്രിഗണോമെട്രിയിൽ നിന്ന് ഇതുപോലെ ആംഗിൾ ഓഫ് എലവേഷനൊക്കെ തന്ന് ഒരു റഫ് ഫിഗർ വരയ്ക്കാൻ ഉറപ്പായാലും പറയും എന്ന് ഞാൻ എൻ്റെ തല തൊട്ട് സത്യം ചെയ്തു. ഉറപ്പായാലും തരും. നോക്കിക്കോ, നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ഗിവൺ ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് റഫ് ഫിഗർ വരയ്ക്കാം. അടുത്തെന്താ? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് എ ട്രീ. ട്രീയുടെ ഹൈറ്റ് കാണുക. ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് റിവർ. റിവറിൻ്റെ വിഡ്ത്ത് കാണുക. സോ അത്രേ ഉള്ളൂ, നമുക്കതിൽ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ആ റഫ് ഫിഗർ. സോ ഇതുപോലെ റഫ് ഫിഗർ വരയ്ക്കാനായിരിക്കും നിങ്ങളുടെ അടുത്ത് ചോദിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, അവിടെ ആ ചെക്കൻ പറഞ്ഞ മാതിരി തന്നെ, അതായത് ഒരു കുട്ടി നിൽക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഒരു കുട്ടി നിൽക്കുക. ഞാൻ ഇപ്പോൾ ഡോട്ട് എടുത്തോടത്തിൽ കുട്ടി നിൽക്കുന്നു. ആൻഡ് അവിടെ എച്ച് നിങ്ങൾ കണ്ടില്ലേ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ. ആൻഡ് അതാണ് എന്ത്? നമ്മുടെ ട്രീ. അതാണ് ട്രീ. ആൻഡ് ഇതാണ് നമ്മുടെ റിവർ. അടിയിലേക്കൂടെ ഇങ്ങനെ പോകുന്നത് റിവർ. സോ റിവറിൻ്റെ ബാങ്കിലാണെന്നാണ് പറയുന്നത്. സോ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ കുട്ടി അവിടെ നിന്ന് നോക്കുമ്പോൾ വെയിറ്റ് എവിടെ സോ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ? 60 ഡിഗ്രി. അവിടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാം, 60 ഡിഗ്രി ആണെന്ന് കാണാം. ആൻഡ് അതിൻ്റെ അടിയിൽ ഉള്ളത് നിങ്ങൾക്ക് അറിയില്ല, റിവറിൻ്റെ വിടുത്ത് നിങ്ങൾക്ക് അറിയില്ല. സോ അവിടെ എക്സ് ഇട്ടുകൊള്ളുക. കാരണം അവിടെ എക്സ് ഇട്ടുക. അതിനുശേഷം പിന്നെ ചോദ്യത്തിന് എന്താ പറഞ്ഞത്? 20 മീറ്റർ പിന്നെ ബാക്കോട്ട് വന്നു, 20 മീറ്റർ ബാക്ക്വാർഡ്. എന്നിട്ട് അവിടെ നിന്ന് നോക്കി. ആദ്യം ഇവിടെ ഒരു പോയിന്റിൽ നിന്ന്, എന്നിട്ട് ഇവിടെ ഒരു ട്രീനെ അടിയിലുള്ള എന്താ പറയുക, റിവറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കി. അടിയിൽ ഞാൻ റിവറാണ്. സോ ആ റിവറിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആണ്. അതിൻ്റെ ആ കുട്ടി ഇങ്ങനെ നോക്കുകയാണ്. സോ ആ കുട്ടി നോക്കുന്നതിൻ്റെ ആംഗിൾ എന്താ? ഇവിടെ നിൽക്കുന്നത് 60 ഡിഗ്രിയാണ്. എന്നിട്ട് പിന്നീട് ആ കുട്ടി എന്ത് ചെയ്തു? 20 മീറ്റർ പിന്നെയും മാറി നിന്നു. അതാണ് ചോദ്യം. അതിൻ്റെ 20 മീറ്റർ മാറി നിന്നപ്പോൾ അവിടെ 60 ഡിഗ്രി അല്ല, അവിടെ 30 ഡിഗ്രിയാണ് അങ്ങനെ നോക്കിയത് ഉണ്ടായത് എന്ന് പറയുന്നു. സോ ഇത് നിങ്ങളൊന്ന് വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്കാണ് 1 മാർക്ക്. ആ ചോദ്യത്തിൽ 5 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങളായി വരും. സോ അതിൽ ഉറപ്പല്ല, റഫ് ഫിഗർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പല്ല, അതിന് 1 മാർക്ക് കിട്ടും. ഓക്കെ, അത് സെറ്റാണ്. പിന്നെ നോക്കുക, ആ റേസ് നമുക്ക് റേഷ്യോ പഠിച്ചു വെച്ചതാണ്. സോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മൾ റഫ് ഫിഗർ വരച്ച് സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ട്രീയുടെ ഹൈറ്റ് കാണാനാണ്. സോ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, എന്നാൽ പിടിച്ചോ. ആ റഫ് ഫിഗർ പൂർണ്ണമായി ഇതാ സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എന്താ അവിടെ നമുക്കവിടെ കാണാം നമ്മൾ ആ റഫ് ഫിഗർ പൂർണ്ണമായി നല്ല രീതിക്ക് വരച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 60-30 നേരത്തെ തന്നു. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു ഏരിയ, സോറി കേട്ടോ. ഓക്കെ, ഈ ഒരു ഏരിയ എന്താണ്? ഇത് എത്ര ഡിഗ്രി കാണുന്നത്? 120 ഡിഗ്രി ആയിരിക്കും. കാരണം 60ൻ്റെ ഡബിൾ എടുത്താൽ മതി. അവിടെ അത്രേ ഉള്ളൂ, 120 ഡിഗ്രി. അതെന്ത് ഒരു റീസണൊക്കെ ഉണ്ട്, നിങ്ങൾ ആ രീതി തന്നെ അത് മനസ്സിലാക്കി വെച്ചാൽ മതി തൽക്കാലം. എന്നിട്ട് നിങ്ങളെന്താ ആദ്യം മനസ്സിലാക്കേണ്ടത്? ഈ ഒരു ട്രയാങ്കിളിനൊരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ ഇതിന് ശേഷം പറഞ്ഞുതരാം. ആൻഡ് ഇവിടെ അതുമായി തന്നെ 30 ഡിഗ്രി തന്നെയായിരിക്കും ഉണ്ടാവുകയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മറ്റേ പാടത്തു നിന്നൊക്കെ മനസ്സിലാക്കിയതാണ്. ആൻഡ് ഇവിടെ 120 വരും. അങ്ങനെ നിങ്ങൾ വരച്ച് വെക്കുക. എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മൾ സമപാർശ്വമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ രീതിയിലുള്ള ഫീച്ചർ വന്നത്. കാരണം 30-30 വന്ന് അല്ലേ, ആൻഡ് 30-30 വന്ന്, ആൻഡ് 60-120 വന്ന ഇടയിൽ ആ ഓപ്പോസിറ്റുകൾ തമ്മിൽ അല്ലേ. ഓക്കെ, അതൊക്കെ സെറ്റാണ്.
അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾക്കറിയാം ഇവിടെ എന്തായിരിക്കും, എത്ര മീറ്റർ ആയിരിക്കും എന്ന് നോക്കണം. നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്ത്, അത് ഐസോസെലസ് ആണ് എന്ന് പറഞ്ഞു അല്ലേ. സോ ഇവിടെ 20 മീറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെയും അങ്ങനെയാണെങ്കിൽ 20 മീറ്റർ ആയിരിക്കും. ഉറപ്പിച്ചോ, ഇവിടെയും അത് 20 മീറ്റർ ആയിരിക്കും. ഈ ഒരു സൈഡ് അല്ലേ, ഏത് സൈഡാണ് ഇതാ, ഈ ഒരു സൈഡ് 20 മീറ്റർ തന്നെ ആയിരിക്കും. അവിടെയും അങ്ങനെ 20 മീറ്റർ നിങ്ങൾ എഴുതി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് കാര്യം സെറ്റാണ്. 20 മീറ്റർ അല്ലേ, ഇത് ഇവിടെ 20. ഓക്കെ, നമ്മൾ ഏതാണ് 20 അടയാളപ്പെടുത്തി ഉറപ്പിച്ച അവിടെ 20 ഓക്കെ, 20 മനസ്സിലായോ. അപ്പം ഇവിടെ എന്തായി, 20 ആർക്ക് ഓപ്പോസിറ്റാണ്. ഓക്കെ, അതുവരെ സെറ്റായി. 20 വരെ നിങ്ങൾ അടയാളപ്പെടുത്തി, എല്ലാ അളവുകളൊക്കെ കറക്റ്റാണ്. ഇനിയാണ് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞ മാതിരി എന്ത്, ട്രീയുടെ ഹൈറ്റ് ഇവിടെ കാണുന്ന എച്ച് ഉണ്ടല്ലോ, എച്ച് എന്തെന്നാണ് ചോദ്യം. അഥവാ ട്രീയുടെ ഹൈറ്റ് കാണാനാണ് ചോദ്യം. സോ ട്രീയുടെ ഹൈറ്റ് എങ്ങനെ കാണും? ഇപ്പം അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ മറ്റേതൊക്കെ എടുത്ത് ഒഴിവാക്കുക. അതായത് അപ്പുറത്തുള്ളതല്ലേ ഈ ഒരു ഭാഗം, അത് ഒഴിവാക്കുക. ഇത് നമുക്ക് ഏതാണ് വേണ്ടത്, റൈറ്റ് ട്രയാങ്കിൾ മാത്രം മതി എന്നുള്ളതാണ്. തൽക്കാലം അത് മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ പിടിച്ചോ, അവിടെ കാണാം. ഈ റൈറ്റ് ട്രയാങ്കിളിനെ മാത്രം നിങ്ങളൊന്ന് എടുക്കുക. സോ ഇതിൽ എച്ച് കാണാം. ഇതാണോ ട്രീ അല്ലേ, ഇതല്ലേ ട്രീ, ഇതാണ് ട്രീ, ഇതാണ് ആ റിവറിൻ്റെ വിഡ്ത്ത്, ആൻഡ് ഇതാണ് ആ ആംഗിൾ ഓഫ് എലവേഷൻ്റെ നീളമൊക്കെ. മനസ്സിലായോ? സോ അങ്ങനെയാണ് അതിൻ്റെ ഇത് നിൽക്കുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചെന്താ, നമ്മൾ ട്രീയുടെ നീളം കാണാം, അത് എച്ച് കാണാനാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആരാണുള്ളത്, 20 ഉള്ളത്. 20 ഉള്ളത് 8. ഓക്കെ, അവിടെ എന്താ ഉള്ളത്, 20. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ, അത് അവിടെ കാണാൻ 20. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/√3:2. അതായത് 30, 60, 90, അഥവാ 1:3:2. അതത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം അതെന്താന്ന്. ഇപ്പം കാണാം. ഇപ്പോൾ നിങ്ങളോട് ഇവിടെ നമുക്ക് എത്ര കിട്ടി, 60. നമ്മുടെ ആരുടെ മുന്നേ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ, 20 കിട്ടിയല്ലോ. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? നമുക്കറിയാം 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഇപ്പോൾ 2 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ താഴെ തട്ടില്ല, അഥവാ അതിൻ്റെ പകുതി 1 ആയിരിക്കും. ഇപ്പോൾ 20 ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എങ്കിൽ എളുപ്പമാണ് നിങ്ങൾ കണ്ടുപിടിക്കാം. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 10 ആയിരിക്കും. മനസ്സിലായത്? 20 ഡിഗ്രിയാണ് അപ്പുറത്ത് 90-നെങ്കിൽ അപ്പം നമ്മുടെ 30-ന് 10 ആയിരിക്കും. ആൻഡ് 60-ന് എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ 60-ന് എന്തായിരിക്കും ഇവിടെ, 60 എന്തായിരിക്കും, 60-ക്ക് എന്തായിരിക്കും, 60-ന് എന്തായിരിക്കും? ഒരു പണിയില്ല, നിങ്ങൾക്ക് കിട്ടിയ 30 ഉണ്ടല്ലോ, 10. സോ 30 എന്താ, 10. അതിൻ്റെ കൂടെ ജസ്റ്റ് √3 ഇട്ട് കൊടുത്താൽ മതി, പ്രശ്നം കഴിഞ്ഞു. സോ അവിടെ 10√3 കിട്ടിയത്. മനസ്സിലായല്ലോ? അപ്പോൾ ഹൈറ്റ് എന്താ, ഹൈറ്റ് ക്യാ ഹേ ബൈ, പിടിച്ചോ, 10√3 ഇസ് ദ ഹൈറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ പരിപാടി. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10√3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഓക്കെ, പൊളി. നമ്മൾ ആ ചോദ്യം കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ കാണാനുള്ളതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ബി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് 10√3 ഈസ് ദ ഹൈറ്റ് ഓഫ് ദ, എന്തിൻ്റെ ഹൈറ്റാണ്, ട്രീയുടെ ഹൈറ്റ്, മരത്തിൻ്റെ വലുപ്പം 10√3. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ സി ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ സി ക്വസ്റ്റ്യൻ? റിവറിൻ്റെ വിടുത്ത് എന്താണ്? നമ്മൾ റിവറിൻ്റെ വിടുത്ത് കണ്ടല്ലോ. ഇതാ പിടിച്ചോ 10, ഇതാ പിടിച്ചോ 10, ഇതാ പിടിച്ചോ 10, അവിടെ തന്നെ വിടുത്തില്ല. സോ വിടുത്ത് ഈസ് ഈക്വൽ ടു 10. എന്താ പറയുക, അങ്ങനെയാണ് വിടുത്ത് 10. എല്ലാം റെഡി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഇത് പഠിച്ചു വെച്ച് പോയിക്കോളാം, സെറ്റാണ്, നിങ്ങൾ പവറാണ്. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സോ അടുത്ത വീഡിയോയിലേക്ക് ആ ഒരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതാണ്. സോ